ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വിശേഷങ്ങളാണേ. ഇത് വന്നിട്ട് എൻ്റെ ഒരു പുതിയ കസ്റ്റമറാണ് കേട്ടോ. ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങുന്നത്. ഈ കസ്റ്റമറെ കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ കൂടെ അല്ല, ഒരു വർഷം ശേഷമാണ് പഠിച്ചത് കേട്ടോ. എൻ്റെ ഒരു അനിയത്തിയുടെ കൂടെ പഠിച്ചതാണേ. അനിയത്തിയുടെ കൂട്ടുകാരിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവിടെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് നിന്നപ്പോഴത്തേക്ക് അവിടെ ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ടിട്ട് തൊട്ട് ബേക്കിൽ നിന്നത് ഇവളായിരുന്നു കേട്ടോ. പേര് നിമ എന്നാണ്. അപ്പം അങ്ങനെ അവളിൽ നിന്നാണ് ഞാൻ 100 രൂപ വാങ്ങിയത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ അവൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്പർ സേവ് ചെയ്തതാണേ. അങ്ങനെ അവൾ എൻ്റെ കേക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇന്നലെ ഓർഡർ തന്നതാണ് കേട്ടോ. ഇന്നലെ എന്ന് പറയുമ്പോഴത്തേക്ക് 17-ാം തീയതി, മോളുടെ ബർത്ത്ഡേ 18-ാം തീയതിയാണ്. ഇനി ഇതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത് കൊണ്ടിട്ട് ഞാൻ വൈറ്റ് ഫോറസ്റ്റിൽ സ്ട്രോബെറി ക്രഷൊക്കെ ചേർക്കുമെന്ന് അവൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി ക്രഷ് കാര്യങ്ങളൊന്നും വേണ്ട, നോർമലായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചോക്കോ ചിപ്സും മാത്രമാണ് കൊടുത്തത്. പിന്നെ 3 മിൽക്ക് സിറപ്പുമാണ് നമ്മൾ സിറപ്പായിട്ട് കൊടുത്തത്. എന്നിട്ട് സിമ്പിളായിട്ടാണ് കേക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അവൾ വൈകിട്ട് വന്ന് എടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കേക്ക് രാവിലെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞ് പുറത്തെവിടെയോ പോയിട്ട് ചേച്ചി അപ്പോൾ ഇതുവഴി വരാം, അപ്പോഴത്തേക്ക് അങ്ങ് കേക്ക് എടുക്കാമല്ലോ ചേച്ചി ചെയ്താന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ പെട്ടെന്ന് മോഡലൊന്നും നോക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ നാത്തൂൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ലീഫ് നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ പെട്ടെന്ന് അത് തന്നെ മൈൻഡിലോട്ട് വന്നു. അങ്ങനെ പിന്നെ അത് ഇട്ടിട്ട് റൗണ്ടിനും ആ ലീഫ് നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈനാണ് കൊടുത്തത്. കളർ വന്നിട്ട് ലാവണ്ടർ കളറാണ് കേട്ടോ. ഒറ്റ ഡ്രോപ്പ് മാത്രമാണ് കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് പിന്നെ ഒരു ഡ്രോപ്പും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ബോർഡറായിട്ടും ആ ഡിസൈൻ കൊടുത്തത്. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വെച്ചതേ ഉള്ളൂ. വെച്ചപ്പോഴത്തേക്കാണ് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി നമ്മൾ അതുവഴി വരെയാണ്, അപ്പം കേക്ക് സെറ്റായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പേരും പിന്നെ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ച് 3-4 ബട്ടർഫ്ലൈ കട്ട് ചെയ്തതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബട്ടർഫ്ലൈയും കൂടെ കട്ട് ചെയ്ത് അതും വെച്ച് കേക്ക് ഫിനിഷ് ചെയ്തു. അപ്പോഴും പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എടി കൊണ്ടുപോയിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാണ് വിട്ടത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നീ പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് മോഡലൊന്നും നോക്കാൻ പറ്റിയില്ല, സിമ്പിളായിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചു. പക്ഷേ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡിസൈൻ ചേച്ചി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.